മുതലാളിത്തത്തിന്റെ സാമ്രാജ്യത്വ സ്വകാര്യ മൂലധന വർഗ താല്പര്യങ്ങളുടെയും പിണിയാളുകളായി പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വലതുപക്ഷ കക്ഷികളുടെ തടവറയിലാണ് പരിസ്ഥിതി എന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നില്ല. ഇത് ഞാൻ ഗോവിന്ദ മാഷിന്റെ സംഭാഷണം കാണാതെ പഠിച്ച് പറഞ്ഞതാണ്. എന്താണ് അവൾക്ക് വളരെ ചില നല്ല കണ്ട നമ്മൾ കാണാതെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പരിസ്ഥിതി, എന്താണ് രാഷ്ട്രീയം, എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു ജീവി, ആ ജീവി അതിന്റെ ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ ഘടകങ്ങളും, എന്ത് ജീവിയോ ആയിക്കോട്ടെ, നമ്മളെ തന്നെ എടുക്കാം. സൂര്യപ്രകാശം, മണ്ണിലെ ഈർപ്പം, തണുക്കുണ്ടോ ചേച്ചിക്ക്? അത് കുറച്ച് താത്തി വെക്കാമോ? ഈ തണുപ്പ് കൂടുതൽ, എനിക്കും തണുപ്പ് കൂടുതൽ. കുറച്ച് കഴിയുമ്പോൾ വിറയ്ക്കാൻ തോന്നുന്നു ഞാൻ. അപ്പൊ എവിടെ ആരെങ്കിലും ഉണ്ടോ ഈ രാജധാനി? ഒന്ന് ഇത് കുറച്ച് കുറയ്ക്കാൻ പറയാമോ ആരെങ്കിലും? ഒരു സാധ്യതയാണ് അദ്ദേഹം മുന്നിൽ കാണിക്കുന്നത്. നേരെ കുറച്ച് സ്വകാര്യ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിക് ഒരു മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുരുക്കം ചില ആളുകളുടെ കയ്യിൽ മാത്രം അംഗീകരിക്കും. അതാണ് വ്യത്യാസം. അപ്പൊ ഈ നമ്മള് ഈ ബാലൻസ് ഉണ്ടല്ലോ, ഈ നേരത്തെ ബാലൻസ് ആണ്. ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന ഈ വായുവില് ഏകദേശം 21% ഓക്സിജൻ ഉണ്ട്, 78% നൈട്രജൻ ആണ്. നമ്മൾ വിചാരിക്കും ഓക്സിജൻ അല്ലേ നമ്മൾ ശ്വസിക്കണം, 21 എന്നുള്ളത് 22% ആയാൽ നല്ലതല്ലേ, കുറച്ചുകൂടെ ഓക്സിജൻ കിട്ടുമല്ലോ. പക്ഷെ നേരെ തിരിച്ചാണ്. ഓക്സിജൻ ടോക്സിസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് കൂടുതൽ ഓക്സിജൻ ആയാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ പതുക്കെ മരണത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ ആ നേരത്തെ ബാലൻസ് അങ്ങനെ സൂക്ഷിച്ച് ഈ പ്രകൃതിയിൽ നിലനിർത്തിയിട്ടുണ്ട്. ആ നേരത്തെ ബാലൻസിനെ തകിടം മറിക്കാൻ ചെറിയൊരു ഇടപെടൽ വന്നാൽ തന്നെ സാധിക്കും. ഈ ബോർണിയോ എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപുണ്ട്, കുഞ്ഞു ദ്വീപ്. അവിടെ കുറച്ച് ട്രൈബൽ ആയിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ 1950കളിൽ ഭയങ്കരമായിട്ട് മലേറിയ കൊതുക് ആണ് പരത്തുന്നത്. അപ്പൊ ഈ കൊതുകിനെ തരുത്താൻ വേണ്ടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന പറഞ്ഞു വ്യാപകമായിട്ട് DDT തളിക്കാൻ. ഈ DDT തളിച്ചു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? കൊതുകിന്റെ പുറത്ത് DDT പരണ്ടു, അത് കുറെ കൊതുക് ചത്തു. പക്ഷെ കൊതുകിന് മാത്രമല്ല അവിടെ ശരീരത്തിൽ പരണ്ടത്, അവിടെയുള്ള പല്ലി, പാറ്റ, എന്തെല്ലാം ജീവികളുണ്ടോ അതിന്റെ പുറത്തെല്ലാം ഇത്. അപ്പൊ ഈ കൊതുകിനെ പിടിച്ച് കഴിച്ചുകൊണ്ടിരുന്ന പല്ലികൾക്ക് ഈ DDT അകത്ത് പോയി, പുറത്ത് മാത്രമല്ല അകത്തേക്ക് പോയി. ഈ പല്ലികളുടെ ശരീരത്തിൽ ഈ വിഷാംശം ഒന്നിനെ കഴിക്കുമ്പോൾ ഈ വിഷാംശം 10 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ്. ബയോമാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പുല്ലിന് നമ്മൾ വിഷം തളിച്ചാൽ, പുല്ല് കഴിക്കുന്ന ആടിന്റെ ശരീരത്തില് 1% വിഷം, 10%. ഈ ആടിന്റെ ഇറച്ചി നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ 10 ഗുണം 10 100 ഇരട്ടിയായിട്ട് ഈ വിഷാംശം. അപ്പൊ ഈ ഭക്ഷ്യ ശൃംഖലയിൽ മുകളിലേക്ക് പോകും തോറും വിഷാംശം കൂടി വരും. നമ്മുടെ താഴെയുള്ള എല്ലാത്തിനെ കുറിച്ച് കഴിക്കുന്ന ആളുകളാണ്. ഇനി നമ്മളെ കഴിക്കുന്ന എന്തെങ്കിലും ഒരു ജീവി തീർച്ചയായിട്ടും വരും. അതാണ് ആകെയുള്ള സമാധാനം. ഞാൻ ശരിക്കും ഭയങ്കര ഓപ്റ്റിമിസ്റ്റ് ആണ്, ഭയങ്കര പ്രത്യാശയോട് കൂടി ഇരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന സമയത്തൊന്നും എന്തായാലും ജീവനോട് ഇരിക്കുന്ന സമയത്ത് വരില്ല, പക്ഷെ എന്നായാലും വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ നടന്നൊക്കെ പോകുമ്പോ പറയാ, പിന്നെ മഞ്ഞ ബ്ലൗസ് ഇട്ട് പോകുന്ന ആ സ്ത്രീ കൊള്ളാം, ഇന്നത്തെ ഭക്ഷണം അവരായിക്കോട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് കഴിക്കുന്ന എന്തെങ്കിലും ഒരു ജീവി തീർച്ചയായിട്ടും വരും. കാരണം അങ്ങനെയാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ പല്ലികൾ ഈ കൊതുകിനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിൽ 10% വിഷാംശമായി. ഈ പല്ലിയെ പിടിച്ച് കഴിക്കുന്ന പൂച്ചകളുടെ ശരീരത്തില് അത് 100%. അപ്പൊ എന്ത് പറ്റി? പൂച്ചകൾ കൂട്ടത്തോടെ ചാവാൻ തുടങ്ങി. ചത്തു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? ആര് പെരുകി? എലികൾ പെരുകിയപ്പോ എന്ത് വന്നു? അവിടെ വ്യാപകമായിട്ട് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. ഇത് വലിയൊരു പ്രശ്നമായി കഴിഞ്ഞപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിനും ഒരു ലോകാരോഗ്യ സംഘടനയ്ക്ക് അതിനും ഒരു ഉപാധി ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ കുറച്ച് പൂച്ചയെ നിങ്ങളുടെ അവിടെ ഇറക്കുമതി ചെയ്യാം. എന്നിട്ട് എവിടേക്ക് പോയി? സിംഗപ്പൂരിൽ നിന്ന്
ഒരു 23 പൂച്ചയെ പാരച്യൂട്ടിൽ സംഘടിപ്പിച്ചിട്ട് ഹെലികോപ്റ്ററിൽ മറ്റേ ഇതെല്ലാം കെട്ടി മറ്റേ കുട പോലെ സാധനമൊക്കെ കെട്ടിയിട്ട് പൂച്ചയെ ഒന്നൊന്നായിട്ട് പാരച്യൂട്ടിലാവുമ്പോൾ ഇത് വന്ന് വീഴുമ്പോൾ അപകടം സംഭവിക്കില്ലല്ലോ. 23 പൂച്ചയെ അവിടെ ഇറക്കി. തമാശയിലാണ് നടന്ന സംഭവമാണ്. പിന്നെയും അവിടെ ജീവിതം നേരെയായിട്ട് വരാൻ വർഷങ്ങളെടുത്തു. ഇപ്പൊ അവര് വേറെ കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള വനങ്ങൾ മുഴുവൻ വ്യാപകമായിട്ട് നശിപ്പിച്ചുകൊണ്ട് ഓയിൽ പാം കൃഷി നടത്തുകയാണ്. അത് ആർക്ക് വേണ്ടിയാണ്? ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി. അപ്പൊ 30% ഒരു നാടിന്റെ ഇത് വനം വേണം എന്നാണ്. അപ്പൊ നമ്മൾ കണക്ക് നോക്കുമ്പോഴേ നമ്മുടെ കേരളത്തിൽ വനം അങ്ങനെ വികസിച്ച് വരികയാണ്. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് ലക്ഷദ്വീപില് ഒരു വനം പോയിട്ട് വാ എന്നുള്ള അക്ഷരം പോലും ഇല്ല. പക്ഷെ അവിടെ 90% വനമായി കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൽ. നമ്മുടെ ഇവിടെ 54% വനമാണ്. അപ്പൊ ഈ നാടെല്ലാം കാടായി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ നോക്കുമ്പോ എന്താ ഈ പാരാമീറ്ററിൽ ഇത് വനമായിട്ട് നിശ്ചയിക്കുന്ന പാരാമീറ്ററിൽ ചെറിയൊരു വ്യത്യാസം പറ്റി. അതോടുകൂടി നാടെല്ലാം കാടായി മാറി. അപ്പൊ ഭയങ്കര സന്തോഷം. ഈ ട്രിക്ക് കേന്ദ്ര സർക്കാർ എല്ലാ കാര്യത്തിലും പ്രയോഗിക്കുന്നുണ്ട്. ദാരിദ്ര്യരേഖ നമ്മൾ നോക്കുമ്പോൾ 25 കോടി പേര് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി കഴിയും. എന്തൊരു നല്ല ഭരണം എന്ന് വിചാരിക്കില്ല. അപ്പൊ പാരാമീറ്ററിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി. എന്താ വ്യത്യാസം വരുത്തിയത്? പണ്ട് 3 കാര്യങ്ങളാണ് എടുത്തിരുന്നത്. 10 പാരാമീറ്റേഴ്സ് എടുത്തിരുന്നു. മുഖ്യമായിട്ട് വിദ്യാഭ്യാസം, ആരോഗ്യം, പിന്നെ ഈ ബാക്കി അവരുടെ ജീവസന്ധാരണത്തിന് കിട്ടുന്ന വരുമാനം. ഇത്രയും കാര്യങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോ ആ പാരാമീറ്ററെല്ലാം മാറ്റിക്കൊണ്ട് ദാരിദ്ര്യം തീരുമാനിക്കണം എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളുടെ വീട്ടിൽ 4 അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അതിലേതെങ്കിലും ഒരു അംഗത്തിന് ഒരു ഫോൺ കണക്ഷൻ ഉണ്ടെങ്കിൽ, മൊബൈൽ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് 2023-24 കാലഘട്ടത്തിൽ മോദി സർക്കാരിന്റെ ഭരണ നേട്ടത്തിന്റെ മികവ് കൊണ്ട് 25 കോടി ജനങ്ങള് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് പോയി. അതുപോലെയാണ് കാടുകളുടെ കാര്യം. നമ്മൾ എല്ലാ കാര്യങ്ങളും മുകളിലേക്ക് പോവുകയാണ്. എല്ലാം വളരെ ശുഭോദർക്കമായിട്ട് പോയി. ഈ ജീവികൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാവണമെങ്കിൽ ഇക്കോളജി പഠിക്കണമെന്നില്ല. ഒരു സാമാന്യ ബോധം വേണം, ശാസ്ത്രബോധവും വേണം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് വെച്ചിട്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ എല്ലാം ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ സിലബസ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ ശക്തിയുക്തം എതിർക്കേണ്ടതിന്റെ കാര്യം അവിടെയാണ് വരുന്നത്. അതായത് അവര് കൊണ്ടുവരുന്ന സിലബസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തില് അപകടകരമാണ്, അധിക്ഷേപാർഹവുമാണ്. അതെന്നുവെച്ചാൽ ഇങ്ങനെ ഒരു സയൻസ് പഠിപ്പിക്കാൻ പറ്റില്ല. അതുപോലെയാണ്. അതിനകത്ത് ഈ പശുവില്ലേ, പശുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി പശുവിനെ നമ്മളൊരു ഒരു ദേശീയ മൃഗമല്ല, പറയുന്നത് ഒരു വിശുദ്ധ പശുവായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോ പശുവിന്റെ ഈ സ്വദേശി പശുവിന്റെ വിശേഷണങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയത്തിന്റെ കീഴിൽ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെ തുടങ്ങി. എന്നിട്ട് 1 മണിക്കൂർ നീളുന്ന ഒരു പരീക്ഷ. ആ പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ വേണമെങ്കിൽ എഴുതാം, നിങ്ങൾക്ക് പ്രായപരിധിയില്ല. ആർക്ക് വേണമെങ്കിലും ഫീസ് അടയ്ക്കാതെയും അടച്ചും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ആ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര തമാശയാണ്. സ്വദേശി പശുവും ജേഴ്സി പശുവും തമ്മിലുള്ള വ്യത്യാസം. സ്വദേശി പശു അതിന്റെ പാലിന് നല്ല മഞ്ഞ നിറമാണ്. സിലബസ് ആണ്. അതെന്നുവെച്ചാൽ അതിനകത്ത് സ്വർണം കലർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ മഞ്ഞ നിറം. പിന്നെ ഇത് സാധാരണഗതിയിൽ വൃത്തിഹീനമായ സ്ഥലത്ത് അത് ഇരിക്കില്ല. ഏത് സ്വദേശി പശു. നേരെ മറിച്ച് ജേഴ്സി പശു ആണെങ്കിൽ എവിടെ കണ്ടോ അവിടെ ഇരിക്കും. അതിനൊരു അങ്ങനത്തെ ബോധമില്ലാത്തൊരു വിദേശത്ത് വന്നാലേ അതിന് അത്രയും ബോധമുള്ളൂ എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് അതിനകത്ത് സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. വെറുതെ തമാശയ്ക്ക് ഒരു ആകാംക്ഷ കൊണ്ട് നോക്കിപ്പോയതാണ്. ഇത് ഈ സ്വദേശി പശു ആരെങ്കിലും പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ ഈ പശു എണീറ്റ് നിൽക്കും. അതിന് മര്യാദയുണ്ട്. അത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വേറൊരു അതിഥി ദേവോ ഭവ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ പശു ആരെങ്കിലും പരിചയമില്ലാത്ത ഒരാൾ വന്നത് എണീറ്റ് നിൽക്കും. ഈ ജേഴ്സി പശുവിനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മര്യാദ ലെവലേശത്തിൽ തൊട്ട് തിരിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കമ്പാരിസൺ വന്ന് അതിങ്ങനെ മനുഷ്യന്റെ, അതായത് നമ്മുടെ നാഷണലിസം, ദേശീയത എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് ഭാരതീയൻ വന്ന് അങ്ങനെ എന്തോ ഒരു മഹാസംഭവമാണ്. ബാക്കിയുള്ള സംസ്കാരങ്ങളെല്ലാം മോശമാണ്. ഈ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ
ഒരു ഉദാഹരണം പറയുകയാണ്. ശാസ്ത്രത്തിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാം, തിമിംഗല വേട്ട നടത്തുന്നതിന് എതിരെ നമ്മൾ പറയും. അതൊരു ജീവിയാണ്, അതുകൊണ്ട് അത് മരിച്ചു പോട്ടെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് മുകളിൽ വന്ന് ഈ ശ്വാസം എടുക്കാൻ വേണ്ടി വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വരും. അത് വരുമ്പോൾ കുറെ sorry for speaking in Malayalam because most of the audience they can follow. അപ്പൊ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ശ്വാസം എടുക്കാൻ വരുമ്പോൾ നമുക്ക് എത്ര നേരം ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റും? നമ്മുടെ മനുഷ്യന് മാക്സിമം ഒരു 2 മിനിറ്റ് അല്ലെ 3 മിനിറ്റ്, അത് കഴിയുമ്പോൾ നമ്മൾ ശ്വാസം എടുത്തേ പറ്റൂ. മറ്റേ 1 മണിക്കൂർ വരെ ഇത് ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റും. ഈ ശ്വാസം എടുക്കാനായിട്ട് മുകളിലേക്ക് വരുമ്പോൾ അത് അതിന്റെ വിസർജ്യം കൂടി മുകളിലേക്ക് വന്നിട്ടാണ് കിട്ടുന്നത്. ആ വിസർജ്യം ഭക്ഷിച്ചിട്ടാണ് 400-ൽ പരം ജീവികൾ സമുദ്രത്തിൽ ജീവിക്കുന്നു. ഒന്ന് ആലോചിച്ചൊക്കെ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ വവ്വാലുകളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൊന്നുകളയണം, അല്ലെങ്കിൽ അതിനെ കൂട്ടത്തോടെ ഓടിച്ചു വിടണം. ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നുണ്ടല്ലോ. വവ്വാല് ഈ ലോകത്തിനെ തലകീഴായി കാണുന്ന ഒരു ആളാണ്. വാസ്തവത്തിൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ നമുക്ക് താല്പര്യമുള്ള ഒരു ജീവിയാണ്. ഈ നമ്മള് അഡ്വർടൈസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ TV-യിൽ ഹിന്ദിയിലായിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത്, എന്നിട്ട് അതിന്റെ മലയാള പരിഭാഷ വന്നു കഴിഞ്ഞാൽ രാമ പോകുന്നു നീ എവിടെ എന്നാണ് ചോദിക്കുന്നത്. കൃഷിക്കാരൻ, ആഹാ രാമ നീ പോകുന്നു നീ ഇന്ന് എവിടെ? അപ്പോ മറ്റേ കൃഷിക്കാരൻ പറയും കൃഷ്ണ പോകുന്നു ഞാൻ കൃഷി ഓഫീസിൽ ഇന്ന്. എല്ലാം തിരിച്ചാണ് പറയുന്നത്. നമ്മൾ അതിന് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് ഇത്. ഈ തലതിരിഞ്ഞ വീക്ഷണമാണ് ശാസ്ത്രത്തിലും നമ്മുടെ വിദ്യാഭ്യാസ സിലബസിലും എല്ലാത്തിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മറൈൻ ഇക്കോസിസ്റ്റം എഞ്ചിനീയേഴ്സ് എന്നാണ് ഈ ജീവികളെ വിളിക്കുന്നത്, ഈ തിമിംഗലങ്ങളെ വിളിക്കുന്നത്. അവര് എഞ്ചിനീയർമാരാണ് ഈ സമുദ്രത്തിലെയാണ്. ഇതിനെല്ലാം തച്ചുവെക്കുന്ന രീതിയിലാണ് ഇനിയിപ്പോ ഈ കടൽ മണൽ ഖനനം കൊണ്ടുവരാൻ പോകുന്നത്. അതിഭയങ്കരമായ വിനാശമാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവും. അപ്പൊ ഈ നമ്മള് കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഈ ലോകത്തെ എല്ലാ സ്ഥലത്തും ഈ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 14ഓളം ഐലൻഡുകൾ, ആർക്കെങ്കിലും ഈ യാത്ര ചെയ്യുന്ന ഷീനെ പോലെയുള്ള ആളുകളൊക്കെ, ഷീല രാഹുലൻ അവർ യാത്ര ചെയ്യുന്ന ആളുകളാണ്. വല്ല ഐലൻഡും, ഫിജി ഐലൻഡ്, സോളമൻ ഐലൻഡ് ഇതെല്ലാം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സേഷ്യൽസ് അതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പോയി കണ്ടോണം. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഐലൻഡുകളൊന്നും ദ്വീപുകളൊന്നും ഭൂമിയിൽ അവശേഷിക്കും. എന്നുവെച്ചാൽ അതെല്ലാം സമുദ്രത്തിൽ മുങ്ങിപ്പോകും. അപ്പൊ ഈ IPCCയുടെ റിപ്പോർട്ട് പറയുന്നത് കേരളത്തിനെയും ഇങ്ങനൊരു ദുരന്തം ആണ് കാത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സമുദ്രത്തിനോട് വളരെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനം, നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് ഇത് സമുദ്രത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരും എന്നുള്ളതാണ്. ഇതില് ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, ഞങ്ങളുടെ എല്ലാം ഒരു കോമൺ ഫ്രണ്ട്, ഒരു പൊതു സുഹൃത്ത് ഐറിസ് ടീച്ചർ, അവര് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിന് സ്തുതിയല്ല, അത് കനവ് കാണാം നമുക്ക്, ലെറ്റ് us dream a better path for future. നല്ല പരിസ്ഥിതി വീക്ഷണമുള്ള ഒരാൾ, അത് ഒരു പോപ്പിനെ പോലുള്ള ഒരാൾ അങ്ങനത്തെ ഒരു ഗ്രന്ഥം എഴുതുക എന്ന് പറയുന്നത് വളരെ ഒരു പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഈ പോപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മദ്യ വിൽപ്പനശാല, ഈ പള്ളിക്ക് ഏതൊരു പള്ളിയുടെ എതിരെ ഒരു മദ്യവിൽപ്പനശാല തുടങ്ങി. അപ്പോൾ ഈ പള്ളിയിലുള്ള അച്ഛന്മാരെ എന്നും പ്രാർത്ഥിക്കുക, ഇത് എന്തെങ്കിലും അടച്ചു പോണേ. കാരണം സമൂഹത്തിന് വിപത്താണല്ലോ. അപ്പൊ ഇത് അവസാനം എന്തോ ഒരു ദിവസം ഇടിവെട്ടി മിന്നൽ വന്നിട്ട് ഈ മദ്യവിൽപ്പനശാല കത്തിപ്പോയി. ഈ മദ്യവിൽപ്പനശാല പള്ളിക്കെതിരെ കേസ് കൊടുത്തു. ഈ അച്ഛന്മാര് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ഈ മദ്യവിൽപ്പനശാല കത്തിപ്പോയത്. അപ്പൊ മറ്റൊരു നിഷേധിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല, ഇതല്ലാതെ ഇടിമിന്നലിൽ വന്ന. അപ്പൊ ജഡ്ജിയുടെ മുമ്പിൽ കേസ് വന്നു കഴിഞ്ഞപ്പോ ജഡ്ജി എല്ലാ വാദങ്ങളും എല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. ദൈവത്തിൽ വളരെയധികം വിശ്വാസമുള്ള, അതായത് പ്രാർത്ഥനയിൽ വളരെ വിശ്വാസമുള്ള മദ്യശാലയും അവരോട് പ്രാർത്ഥിക്കുന്നതിൽ വലിയ വിശ്വാസമില്ലാത്ത
പള്ളിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണിത്. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇത് വന്നതെന്നുള്ളത് ആ പള്ളിയിലെ ആളുകൾക്ക് ബോധ്യം വന്നിട്ടില്ല. പക്ഷെ ഇവര് പറയുന്നത് ഈ അച്ഛന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് കത്തിപ്പോയെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ജഡ്ജിക്കാകെ പ്രയാസം വന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ മുമ്പിൽ വരേണ്ട ചിത്രം എന്താണ്, ശാസ്ത്രം എവിടെ നിൽക്കുന്നു, പരിസ്ഥിതി സംരക്ഷണത്തിൽ അതെന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഈ തുരങ്കപ്പാതയുണ്ടല്ലോ, വയനാട് തുരങ്കപ്പാത, ആ തുരങ്കപ്പാതയില് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഏറ്റവും ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ലോല പ്രദേശമായ ഈ മലയിലാണ് ഈ തുരങ്കപ്പാത വരുന്നത്. മോസ്റ്റ് ഹസാർഡ് പ്രോൺ, ലാൻഡ്സ്ലൈഡ് ഹസാർഡ് പ്രോൺ ആയിട്ടുള്ള, അതായത് ഈ ഉരുൾപൊട്ടുന്ന സാധ്യതാ പ്രദേശത്താണ് ഇത് വരുന്നത് എന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. എന്നിട്ട് അവർ ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ആ നിർദ്ദേശത്തിൽ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞോട്, അത് കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും. അതുപോലെയാണ് അതിനകത്ത് പറയുന്നത്, ഈ നിർമ്മാണ സാമഗ്രികളായിട്ട് അങ്ങോട്ട് പോകുന്ന പിന്നെ ലോറിയും ഇങ്ങോട്ട് വരുന്ന ലോറിയും ഒക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വീൽ ഉൾപ്പെടെ ചക്രങ്ങൾ ഉൾപ്പെടെ കഴുകിക്കോളാം. ഇതിനുള്ള പരിഹാരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ പറയുന്നത്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനും തിരിച്ചിങ്ങോട്ട് വരാൻ. അതുപോലെ ഈ ചിലപ്പൻ കിളി, ബാണാസുര ചിലപ്പൻ കിളി എന്ന് പറഞ്ഞിട്ട് ചില കിളികൾ, അത് ഒരു പ്രത്യേക ഹൈറ്റിൽ മാത്രമേ അത് താമസിക്കുള്ളൂ, വസിക്കുള്ളൂ. 800 മുതൽ 1000 മീറ്റർ പൊക്കത്തിലും മാത്രമേ ഇതിന്, അവിടെയാണ് അതിന്റെ ആവാസ കേന്ദ്രം. അപ്പൊ ഇവിടെ ഏതുണ്ട് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് വംശനാശം വരുന്ന കിളികളാണ്, കിളികളുടെ സ്പീഷീസ് ആണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇത് ഈ പാതയുടെ ഉയരം ഒരു സ്ഥലത്ത് 852 വരുന്നുണ്ടെങ്കിലും മറ്റേ ഭാഗത്ത് 629. 852 എന്നുള്ളത് ഒരു 52 മീറ്ററിന്റെ ഒരു വ്യത്യാസം. 800 മുതൽ 1000 മീറ്റർ വരെയാണ് ഇവരുടെ ആവാസ കേന്ദ്രം. അപ്പൊ ഇത് 852 വരെ വരുന്നുണ്ട്. അത് പക്ഷികളൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് അവരുടെ തന്ത്രത്തിൽ. അപ്പൊ ഇത് എന്തുതരം പരിസ്ഥിതി ബോധമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണ്, ഒരു നോർവീജിയൻ ഒരു ടെക്നോളജി, ആ ടെക്നോളജിയുടെ പേര് എന്തൊരു പേര് കേട്ടോ, അതാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഈ നെതർലാൻഡ്സിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ടെക്നോളജിയാണ് അത്. ആ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ്, കൺട്രോൾഡ് ടണലിംഗ്. അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇത് തൊട്ടാ താഴെ വീഴുന്ന മലയായതുകൊണ്ട് വളരെ സംയമനം പാലിച്ചിട്ടുള്ള ബ്ലാസ്റ്റിങ്ങും മൈക്കിന് തന്നെ മതിയായി കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഈ ടെക്നോളജി പിന്നെ മുഖ്യമന്ത്രി അവിടെ നെതർലാൻഡ്സിൽ പോയിരുന്നല്ലോ, അപ്പൊ അവിടെ പ്രത്യേകം പറഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച് ഇവിടെ കൊണ്ടുവന്ന ഒരു പിന്നെ ഇതാണ് എന്നാണ് ഈ അവര് തന്നെ പറയുന്നത്. അവര് അതിനകത്ത് പറയുന്നില്ല, റിപ്പോർട്ടിൽ പറയുന്നില്ല, പക്ഷെ പൊതുവെ ചർച്ചയിലൊക്കെ ഈ നമ്മുടെ അന്തി ചർച്ചകളിലെല്ലാം കേൾക്കുന്ന ഒരു വാദമുഖം അങ്ങനെ പുറത്തു പോകുന്നതുകൊണ്ട് എന്ത് പ്രയോജനം ആരെങ്കിലും ചോദിക്കുന്ന പറയും ഇത് നെതർലാൻഡ്സിൽ നിന്ന് കൊണ്ടുവന്ന ഈ ടെക്നോളജിയാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത് സിൽക്കിയാര ടണൽ എന്ന് പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡിൽ ഒരു ടണൽ കെട്ടി, ഇതേ ടെക്നോളജി, ഈ നോർവീജിയൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത് കെട്ടിയത്. അത് 4 പിൽഗ്രിം സെന്ററുകൾ കണക്ട് ചെയ്തുകൊണ്ട്, എന്താണ് ഗംഗോത്രി, യമുനോത്രി, ഇതെല്ലാം കൂടി 4 അങ്ങനെ ഈ നമ്മുടെ ആരാധന നടത്തുന്ന സ്ഥലങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് 850 കിലോമീറ്റർ നീളമുള്ള ഒരു റോഡ് അവര്, അതിനിടയിൽ കുറച്ച് ടണലൊക്കെ ഉണ്ട്. അത് നിർമ്മിക്കുന്നതിന് ഹിമാലയ പർവ്വതത്തിലെ ആ പർവ്വതത്തെ തുരന്നുകൊണ്ട് ഈ ടണൽ ഉണ്ടാക്കുമ്പോഴേ ജിയോളജിസ്റ്റുകൾ പറഞ്ഞു, വിവരമുള്ള ശാസ്ത്രജ്ഞർ പറഞ്ഞു ചെയ്യരുത്, ഇത് വളരെ പരിസ്ഥിതി ലോലമായിട്ടുള്ള ഒരു മലയാണ് ഹിമാലയ പർവ്വതം. വെസ്റ്റേൺ ഗാട്സ് കുറച്ചുകൂടെ ഇതിനേക്കാളും ഒരു സ്ട്രോങ് ആണ്, ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെയ്തിട്ട് എന്താ പറ്റി, 41 തൊഴിലാളികൾ ആ ടണലിനകത്ത് കുടുങ്ങിപ്പോയി. അവരെ പിന്നെ 14 ദിവസം കഴിഞ്ഞ് ആണ് രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇത് ഈ ടെക്നോളജി ഇനി ആരെങ്കിലും പറഞ്ഞ ഉടനെ പറഞ്ഞാൽ മതി, സിൽക്കിയാര ടണലിൽ ഇത് തന്നെയാണ് ഉപയോഗിച്ചത്.
അതുകൊണ്ട് ആ കാര്യം ഇവിടെ പറയണ്ടെന്നുള്ളത് നമ്മൾ എന്താ എൻ്റെ പേര് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് NATM എന്നാണ് അതിൻ്റെ പേര്. ടണൽ ബോറിംഗ് മെഷീൻ TBM ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നോക്കേണ്ടത് ഈ ജൈവ വൈവിധ്യം നമുക്കത് തരുന്ന ഇക്കോളജിക്കൽ സർവീസസ് എന്തൊക്കെയാണ്. ഒരു മരം 40 കിലോഗ്രാം കാർബൺ ഡയോക്സൈഡ് അത് വലിച്ചെടുക്കും അതിന്റെ ജീവിതകാലത്ത്.